പുറത്ത് ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടൊരു കോംബോയാണ് അർജുനും ശ്രീതും കൂടെ ഉള്ളൊരു കോംബോ. ശ്രീജുൻ എന്ന പേരിൽ ഭയങ്കരമായിട്ട് അത് ഹിറ്റായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ധാരാളം ആരാധകർ തന്നെ ഈ കോംബോയ്ക്കുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള അർജുൻ്റെയും ശ്രീതുവിൻ്റെയും പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ട് അവരെ സമീപിക്കുന്ന ഓൺലൈൻ മീഡിയകളും മാധ്യമപ്രവർത്തകരുമൊക്കെ ചോദിക്കുക തന്നെ ചെയ്തിരുന്നു. സോ അതിനെക്കുറിച്ച് അവർ പറഞ്ഞത്, പ്രത്യേകിച്ച് ആദ്യം അർജുൻ പറഞ്ഞത്, ശ്രീതു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബിഗ് ബോസ് ജേണിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീതു എന്നാണ് അർജുൻ പറഞ്ഞത്. ഏതാണ്ട് സമാനമായൊരു അർത്ഥം വരുന്ന, മീനിങ് വരുന്ന ഒരു പ്രതികരണം തന്നെയാണ് ശ്രീതുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ പുറത്തെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ? നിങ്ങൾ ഒന്നിച്ചുള്ള കോംബോ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കണ്ടായിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന്. കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, അതൊക്കെ കാണാൻ നല്ല വൈബ് തോന്നിയിരുന്നു എന്നാണ് മറുപടിയായിട്ട് അർജുൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഉള്ള ചോദ്യങ്ങൾ പലതും അദ്ദേഹം സ്കിപ്പ് ചെയ്ത് വിട്ടു. പിന്നെ പറഞ്ഞത്, ഞാൻ ടൈറ്റിൽ വിന്നർ ആകാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ബിഗ് ബോസിൽ വന്നത്, എൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ടാണ് വന്നത്. 100 ദിവസം നിൽക്കണമെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ റിയൽ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അഭിനയമാണ്, സിനിമയിലേക്ക് എത്തുക, ബിഗ് സ്ക്രീനിൽ എത്തുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നാണ് അർജുൻ പറഞ്ഞത്. മാത്രമല്ല ശ്രീതുവിനെ കാറിലേക്ക് യാത്രയാക്കാനും ഒക്കെ അർജുൻ കൂടെ ഉണ്ടായിരുന്നു. അർജുനും ശ്രീതു ഒന്നിച്ചാണ് വന്നത്. ശ്രീതുവിനെ അർജുനാണ് കാറിൽ കയറ്റി വിട്ടത്. സോ അവർ തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അവർക്കിടയിലുണ്ട്. അത് മിക്കവാറും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തുടർന്നും കൊണ്ടുപോകാൻ തന്നെയായിരിക്കും സാധ്യത. എന്തായാലും ബിഗ് ബോസിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്ത കോംബോകളിൽ ഒന്നാണ് അർജുൻ ശ്രീജുൻ കോംബോ. സോ പുറത്തേറെ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും തന്നെ ആ ഒരു സൗഹൃദത്തെ തെല്ലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.